അപ്പം ഷൈലാമ്മയ്ക്ക് ഇന്നൊരു വൺ സർപ്രൈസ് കേട്ടോ. ഒരു 5-6 വർഷത്തിൽ കൂടുതലായിട്ട് ഐഫോൺ വേണം എന്ന് പറയുന്നത് ഞാൻ പറ്റിക്കാറുമുണ്ട്. പിന്നെ അപ്പം ഇപ്പം എന്താ പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹം, കൂട്ടുകാരിയുടെ കയ്യിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പം കയ്യിൽ എന്തെങ്കിലും അങ്ങനെ വേണമെന്നൊരു ഭയങ്കര ആഗ്രഹം. Come on. എന്നാ ഫോൺ ചിങ്കാലേ ഐഫോൺ ഒന്നും ഇല്ല. ഐഫോൺ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും പേന കൂടി. ഇല്ലാത്തതുകൊണ്ട് ആണോ ആണോ അപ്പൊ ഇത് മൈക്ക് വെക്ക്. കൊണ്ടുപോയി എന്തിനാ അമ്മയെ കൊണ്ടുപോകുന്നത്? അമ്മ ഐഫോൺ എടുക്കപ്പോ നിൽക്കും. ഫോണാണോ? ഞാൻ പറഞ്ഞ ഐഫോൺ എടുക്കാമെന്ന്, ഞാൻ ആവുന്ന പറഞ്ഞ ഐഫോൺ എടുക്കാമെന്ന്. എന്തിനാടാ ഇങ്ങനെ കളിപ്പിക്കുന്നത്? ഇപ്പൊ പഴയ ഫോൺ എടുത്ത് എറിഞ്ഞായിരുന്നല്ലോ. എടാ എവിടാ വേദന? ഇവിടെ മോനെ അന്ന് ഇടുക്കി വെച്ച് ഡാൻസ് കളിച്ചപ്പോഴേ ഇതുണ്ടായി. ബിരിയാണി കഴിച്ചു വയറ്. കുഞ്ഞിന് മേടിച്ചു വണ്ടിക്കകത്തിരിപ്പുണ്ട്. വിലക്കം വീണായിരിക്കും. വിലക്കമല്ല മോനെ. ഇതങ്ങ് ബ്ലോക്ക് ആകുക. എന്ത് ജോയിന്റ് എവിടാ വേദന? ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിച്ചതാ. തുറന്നു പ്രാങ്ക് മാറി ഗായ്സ്, പ്രാങ്ക് മാറി. ഒന്നുമില്ല, ബിരിയാണി എടുത്തിട്ടുണ്ട്. എന്തിനാടാ ഇങ്ങനെ കളിപ്പിക്കുന്ന? ഫോൺ മേടിച്ചോണ്ട് വന്നിട്ട് സത്യമായിട്ട് ഞങ്ങള് കേറി അമ്മേ, സത്യമായിട്ട് ഞങ്ങള് കേറി. ഭയങ്കര തിരക്ക്, ഭയങ്കര ഒടുക്കത്തെ തിരക്ക്. ഞാൻ എന്തെങ്കിലും മേടിക്കാതെ വെച്ചോണ്ട് കയറി ഏതെങ്കിലും ഫോൺ, പക്ഷെ നിക്കാൻ വയ്യ. ഭയങ്കര തിരക്ക്, ഒടുക്കത്തെ തിരക്ക് മാവേലിക്കരയില. അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മേടിച്ചിട്ട് അവിടെ വരുന്നവർക്കൊക്കെ പിന്നെ ഭയങ്കര തിരക്കല്ലേ. GCC ഞങ്ങൾ അമ്മയ്ക്ക് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെയ്യാം. GCC അണ്ണന്മാർക്ക് നന്ദി. ഫോൺ ഇവിടെ ഉണ്ട്. ഈ ഫോൺ ഇവിടെ ഉണ്ട്. കണ്ടുപിടി. വീടിനകത്ത് ഒരിടത്ത് ഈ ഫോൺ ഉണ്ട്. കണ്ടുപിടിക്കാവോ? വണ്ടിക്കകത്തില്ല. വണ്ടിക്കകത്ത് വെക്ക. അത്ര മണ്ട ഒന്നല്ല. വണ്ടിക്കകത്തില്ല. ഇവിടെ അല്ല സമയങ്ങളിൽ ഒത്തിരി ഇതാവും. ഈ അടുക്കളയിൽ ഇവിടെ രണ്ടിടത്തൊരു സ്ഥലത്ത് ഈ ഫോൺ ഉണ്ട്. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ഐഫോൺ മതി. അതെ, അത് മതി. ഐഫോൺ വേണ്ടല്ലോ. ഐഫോൺ വേണോന്ന് ഇത്ര ആഗ്രഹം എന്തോ ആന്ന് പറഞ്ഞു. എന്താ കൊതി? എന്താ വിലയാന്നറിയാമോ സത്യമായിട്ടും? ഇത് ഒറിജിനലാ, നല്ല കൂടിയ ഫോണ്. എത്ര രൂപ? പൈസ എന്തിനാ തിരക്കുന്ന? നല്ല ഫോണാ, എന്തായാലും നല്ല ഫോണാ. ഒരു സാധനം തരുമ്പോ അടുക്കള കൊള്ളത്തില്ലേലും വില കൂടുതലായിരിക്കും. അതെ, കൊള്ളത്തിൽ. അതോ എന്തൊരു തൊഴിലാണ് ഇതൊക്കെ. ഈ ഇത്ര റൂമിൽ എവിടെങ്കിലും കാണും, അത്ര ഞാൻ പറയുന്നുള്ളൂ. കണ്ടുപിടിച്ചിട്ട് ഞങ്ങളെ വിളിക്കും. അല്ല നീ തപ്പിക്കും. ഹെൽമെറ്റ് ഇങ്ങനെ പോകുന്നത് ഇത് എനിക്കറിയില്ല. ഇത്രയും ദിവസം ആശുപത്രി 2 ആഴ്ച അടുപ്പിച്ച് ആശുപത്രിക്ക് പോയരാ. തപ്പ് ഇവിടെ കാണും ചിലപ്പോ. എന്താണെന്ന് ആർക്കറിയാം. എനിക്കൊന്നും അറിയത്തില്ല സത്യമായിട്ട്, ഞാൻ പറയത്തുമില്ല. നോക്കി എവിടാന്ന് വെച്ചാ നോക്ക എവിടാന്ന് വെച്ചാ ഐഫോൺ താഴെയിടല്ലേ, അതിനകത്തും ശരിക്കും ഫോണുണ്ട്. എങ്ങനെയുണ്ട്? പൊട്ടിക്കല്ലും സൂക്ഷിച്ച് ഉപയോഗിക്കണം. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. തിരിച്ച് വെച്ച് തുറക്കല്ലും ജീവിതത്തിൽ ആദ്യമായിട്ട്. രണ്ടുപേരും തുറക്ക്. താഴെ ഇട്ട് പൊട്ടിക്കുന്നതായിരിക്കും തുറക്കുമ്പോ തന്നെ.
സൂക്ഷിച്ചോണം കേട്ടോ. അയ്യോ 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 അത് അയ്യോ ഡെമ്മി ഒന്നുമല്ല. അയ്യോ സത്യമായിട്ട് പറഞ്ഞ ആയിട്ട് കൊടുക്കണം തിരിച്ച് വീഡിയോ എടുത്തിട്ട്. അതെ, വീഡിയോ എടുത്തിട്ട് മൈജിക്ക് തിരിച്ചു കൊടുക്കണം. പരസ്യത്തിന് വേണ്ടി തന്നെ. അല്ല അമ്മയ്ക്കാ, അമ്മയ്ക്കാണ്. അമ്മയ്ക്കാ. അയ്യോ എനിക്ക് വയ്യായേ. അയ്യോ സത്യം. നീ എവിടെല്ലാം കൊട്ടിയിടുമെന്ന് അറിയാം. അയ്യോ എന്റെ ദൈവമേ. അയ്യോ എത്ര വർഷം കൊണ്ട് ആഗ്രഹം. എത്ര വർഷത്തെ കാത്തിരിപ്പില്ലേ ആപ്പിൾ ദൈവങ്ങളെ. സൂക്ഷിച്ചോണം, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പട്ടിണി കിടന്നപ്പോ പോലുള്ള ആഗ്രഹം ഐഫോൺ വേണം. എത്ര നാളുള്ള ആഗ്രഹമായിരുന്നു ശരിക്കും ഐഫോൺ വേണം? 4 കവർ ഇട്ടിങ്ങനെ ചുറ്റിയൊക്കെ കൊടുക്കണം കേട്ടോ. എത്ര നാളോട്ട് ആഗ്രഹമായിരുന്നു? ഒരു 3-4 വർഷം കൊണ്ട്. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോഴോ? 51 കഴിഞ്ഞ് 52. അപ്പൊ 50 കഴിഞ്ഞ അമ്മയ്ക്ക് ഐഫോൺ 15. ദൈവമേ ഓന് എങ്ങനെയുണ്ട് ഐഫോൺ? എങ്ങനെയുണ്ട്? താഴെ കേട്ടേക്കരുത്. അച്ഛൻ ഐഫോൺ വേണ്ട? എനിക്ക് വേണ്ട. അച്ഛൻ ഒരു ബെക്കാടി ആപ്പിള്. എങ്ങനെയുണ്ട് ആപ്പിൾ വാച്ച്? ഇവിടെ എനിക്ക് വിശ്വാസം വരും. അതാണ്. സൂക്ഷിച്ചോണം, വേറെ ഒന്നുമില്ല. ചുമ്മാതാണ്. അമ്മ അങ്ങോട്ട് വിടി. ശരിക്കും മേടിച്ചു ഐഫോൺ 15. എത്ര രൂപയെന്നറിയോ? എവിടുന്നാ മോനെ? മൈജിന്ന്. എത്ര രൂപയെന്ന് പറ. നിങ്ങള് പറഞ്ഞ ആളാ. ഉദ്ഘാടനം കഴിഞ്ഞു മൈജില്. എന്തൊരാളായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവരും. ആണോ? പൈസ ഒന്നും നോക്കിയില്ല. വസ്തു വിൽക്കുമ്പം 75,000 ഇൻറ്റു 5 ഇട്ടെങ്കിൽ ധാരാളം. നേരെ കുഞ്ഞിനൂടെ കൊടുക്കട്ടെ. പാ നന്ദു. ഓ അത് കൊടുക്കുന്നില്ല. എങ്ങോണ്ട് ഇത് മറ്റേ ഇത് ഒരു കരിങ്കല്ലേ വെച്ച് ഇതാക്കണ്ട. കവർ കൊണ്ട് വണ്ടിക്ക് എതിർക്കൊണ്ട് ഇത് സൂക്ഷിക്കണം കേട്ടോ. സ്ക്രീൻ കാർഡൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നന്ദു എല്ലാം സെറ്റ് ചെയ്യും. അവരെന്താ പറഞ്ഞു? അവരെന്താ പറഞ്ഞു? അതൊന്നുമല്ല, അവര് വെച്ച് ഇത് 50 നമ്മളെ അമ്മയ്ക്കാന്ന് പറയാം. അപ്പൊ കവർ അത്ര വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മൾ ഈ ഐഫോണ് കവർ ഇട്ട് കൊടുക്കുന്ന വലിയൊരു ചടങ്ങിലേക്കാണ് നമ്മൾ നയിക്കാൻ പോകുന്നത്. ഏറ്റവും കൂടിയ കവർ താഴെ വീണാലും 10 വട്ടം താഴെ വീണാലും പൊട്ടാത്ത ഒരു കവർ വേണം അമ്മയ്ക്ക് കൊടുക്കാൻ. പക്ഷെ ഇപ്പൊ നമുക്കൊരു സാധാരണ കവറാണ്. വീണില്ല. 3 ദിവസം ഓടി നല്ലപോലെ വണ്ടി. ഇപ്പൊ അതിനൊക്കെ 3 ദിവസം നല്ലപോലെ ഓടി വണ്ടി. ഇപ്പൊ വീണ്ടും ചെല്ലി കയറി. ഇത് മതിയാവോ? ഇത് മതിയാവത്തില്ല. തൽക്കാലത്തേക്ക് ഈ ഒരു കവറാണ് കൊടുക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് നല്ല താഴെ ഇട്ടാലും പൊട്ടാത്തൊരു കവർ കൊടുക്കാം. ഇനി ഞാൻ അമ്മ നടക്കുന്നതൊക്കെ കാണിക്കട്ടെ. ഇനി അമ്മ ഇനി എങ്ങനെയാ നടക്കുന്നത്? അങ്ങനൊന്നും ഇല്ലടാ. അതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നടന്നു കാണിച്ചേ. അമ്മ ഇതിൽ എങ്ങനെ നടക്കുന്നത്? ഇനി അത് കോള് വരുന്നില്ലെന്ന് വല്ലതും പറഞ്ഞാല വിളിക്കുമ്പോ ആപ്പിള് കാണാൻ. അതാണ് വലുത്. ഇത് കണ്ട എല്ലാവർക്കും അറിയാം ആപ്പിളാന്ന്. കാണണ്ട, കവർ കണ്ട അറിയാം ആപ്പിളാണ്. ശരിയാ, അങ്ങനെ നടന്നാ മതി. ഒട്ടും അസുഖമില്ല. എന്റെ ദൈവമേ. ചാർജർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ശൈലാമ്മയുടെ അക്കൗണ്ടിൽ മാസം പൈസ പിടിക്കും. അയ്യോ ഞാൻ എന്റെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി EMI എല്ലാം എന്റെ അമ്മക്ക് എനിക്ക് വേണ്ട. എനിക്ക് വയ്യ. EMI കൊടുത്ത് എത്രയോ കഷ്ടമല്ലേ. എനിക്ക് വേണ്ട പൊന്നുമോൻ, സത്യമായിട്ട് വേണ്ട. 5000 രൂപ കൊടുത്തില്ല. ബാക്കി അമ്മ കൊടുത്താ മതി. സീക്കൂട്ടിന് കൊടുത്താര്. അവൻ അക്കൗണ്ടിൽ ഇട്ടോട്ടു. അവന്റെ ഫോൺ കൊടു. EMI ഞാൻ ഈ അമ്മ എന്തായാലും EMI അടയ്ക്കത്തില്ല. അപ്പൊ EMI ഒന്നും ഇല്ല. എത്ര നാളത്തെ കാത്തിരിപ്പാ? എത്ര വർഷമായി? എന്നാല് ഒരു 3-4-5 വർഷം. അല്ല 5 അല്ലല്ലേ അമ്മനെ? 6-7 വർഷം. വീഡിയോ എടുത്തേ. ഇത് എന്റെ പഴയ അത് മതി അമ്മയ്ക്ക്. ഇത് ഇരിക്കുന്നതാണ്. അതങ്ങെടുത്ത്. ഇത് ഏറ്റവും ടോപ്പാ. പണ്ടത്തെ 11. ഇനി വെള്ളയുള്ളായിരുന്നു. വേറെ വെള്ളയല്ല, നീലയത്. വേറെ കളറില്ലായിരുന്നു. ചോപ്പില്ലായിരുന്നു. ചോപ്പൊന്നും ഇല്ല. ചോപ്പൊക്കെ ഇതേ ഉള്ളൂ. ഇതിന് മാത്രമേ ചോപ്പുള്ളൂ. ഇത് ഗ്ലാസ്സാ. ഇത് ഗ്ലാസ് 11 മാത്രമേ ഉള്ളൂ ചോമപ്പ്. അതിലേ ഉള്ള ഐഫോൺ ഇവിടെ എഴുതിയേക്കുന്നത് ഈ സാധനമുള്ള പ്രോഡക്റ്റ് ഉണ്ട്. ഇത് പഴയതാ. ഇത് ആടെ ഇടാൻ പറ്റുന്നില്ല. ഫുൾ ഗ്ലാസ്. ഇതൊക്കെ മേടിച്ച് ചോപ്പില്ലായിരുന്നു. ഈ ഒരു കളറേ ഉള്ളായിരുന്നു. അത് ഒറ്റ ഇതിൽ തന്നെ എല്ലാം ആയിക്കോളും. എങ്ങനെയുണ്ട്? രാത്രിയിലാക്കാം.
ഇപ്പൊ രാത്രി ബ്ലൗസ് എടുക്കാൻ പോണം. ബ്ലൗസ് എടുക്കാൻ ഇതിട്ട് എങ്ങനെ നടക്കുന്ന കാണിച്ചു രാത്രി അല്ലടാ ഒന്നും പെട്ടെന്ന് പറ്റുവാണെങ്കിൽ ആക്കിക്കോളൂ. ഒരു കോള് വന്ന് കൊതി പോലെ കോള് വന്ന് എങ്ങനെ എടുത്ത് സംസാരിക്കുന്ന 5 വീഡിയോ എടുക്കുന്നില്ലല്ലോ മോനെ. കോള് വന്ന് എടുക്കുന്ന എങ്ങനെ ഒന്ന് കാണാനുള്ള ഒരു ആഗ്രഹം എനിക്ക്. അവിടെ പോയിട്ട് നമുക്ക് ഇവിടെ വിളിക്കാം. ഹലോ എവിടായി? അതാ മോനി അവിടെ ഹലോ. ഇത് ഐഫോൺ ശൈല. ഇങ്ങനൊക്കെ നോക്കണ്ടായ നല്ല ആൾക്കാർ കാണാം. ട്രാൻസ്പെറന്റ് കവർ മേടിച്ചു രാത്രി ചെയ്തതരല്ല, കൊറേ പരിപാടി ചെയ്യാനുണ്ട്. മോന്റെ കയ്യില് കൂട്ടുണ്ട് ഇല്ലയോ? മോളെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഫോണ് മാറി, ഇപ്പൊ ഐഫോണാ. മോക്കിപ്പോ എല്ലാം കേൾക്കാം, എല്ലാം ക്ലിയർ. പിന്നെ പറഞ്ഞോ പറഞ്ഞ അമ്മ എങ്ങനെ ഇനി കോൾ എടുക്കുന്നത്? ഹലോ മോളെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ റോഡുണ്ട് മോളെ. ഫോണ് മാറി, ഇപ്പൊ ഐഫോൺ ആ കേട്ടോ. അതെ, എന്റെ റേഞ്ച് ഒന്നും ഇനി പോത്തില്ല. നല്ലത് നിങ്ങൾ ഐഫോണിലോട്ട് ഇനി മാറുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഒക്കെ എടുക്കാം. ശരി, അമ്മയുടെ ഫോണിൽ വീഡിയോ എടുക്കാം. തരത്തില്ല. തരത്തില്ലെന്നോ? അപ്പൊ ഫേസ്ബുക്കിൽ എയർ ഡ്രോപ്പ് ചെയ്ത് ഇന്നത്തോട്ടാക്കിയിട്ട് ഇനി ഇതിനകത്ത് ഒന്ന് വേണേലും വീഡിയോ ഇടാമല്ലോ. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? അപ്പൊ എല്ലാവരോടും നന്ദി പറ. താങ്ക് യു. ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നത്, കാരണം ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ചിരുന്നതാണ്. ദൈവത്തിന് നന്ദി. ആദ്യം നമ്മുടെ ദൈവത്തിനോട് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ്. ദൈവമേ, ഇതൊക്കെ കൊണ്ടു നടക്കാനുള്ള ഒരു യോഗം ഉണ്ടോ? യോഗമില്ല. നല്ല സത്യമാ മോനെ. പോയിട്ട് വരാം. എവിടാ? തിരിച്ചു കൊടുക്കണ്ടേ? ശരി, തിരിച്ചു പരസ്യം ചെയ്യും. മൈജി മാവേലിക്കരുടെ പരസ്യം. മൈജി മാവേലിക്കരുടെ പരസ്യം. അതാ കവർ തന്നു. നിങ്ങൾ തരികട എന്നുള്ള പരിപാടി, നിങ്ങൾ തരികട എന്ന പരിപാടി മൈജി സ്പോൺസർ ചെയ്യുന്ന ഷാജിക്കയുടെ ഇവന്റ് ആയിരുന്നു കഴിഞ്ഞിരിക്കുന്നത്. 1 കിലോ അരി 1 കിലോ അരി തന്നിരിക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കിയേ, തിരിച്ചു ഇങ്ങോട്ട് നോക്കിയേ. ഞങ്ങൾ തരികട എന്ന് പറഞ്ഞു. അത് പറഞ്ഞു ഞങ്ങൾ തരികട. ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ ഞങ്ങൾ തരികിട. അമ്മയ്ക്കാ കൊടുത്തു. ബില്ല് കാണിക്കുമ്പോ അറിയത്തില്ല. ചിലപ്പോ നിന്നെ ഒന്നും വിശ്വസിക്കാൻ ജീവിതത്തിൽ കൊള്ളത്തില്ല. ഞങ്ങൾ തരികടേ. അമ്മയ്ക്ക് ഐഫോൺ പറ്റത്തില്ല. ഏജ് റേഞ്ച് ചൈൽഡ് ഓർ ടീൻ 13 to 17, അഡൾട്ട് 18. കിളവി ആ ഓപ്ഷൻ വരുന്നില്ല. എന്തോ ചെയ്യും? 18 വയസ്സിൽ കൂടുതലുള്ളവർക്ക് വരെ പറ്റത്തുള്ളൂ. ഇത് 58 വയസ്സൊക്കെ ഉള്ളവർക്ക് പറ്റൂ. 58ഓ? എനിക്കോ എത്ര? 52. എത്ര അമ്മയ്ക്ക്? 52. ഫസ്റ്റ് നെയിം എന്ത് കൊടുക്കണേ? ശൈലജ. ശൈലജ. കൃഷ്ണൻ കൊടുക്കണോ ഷാറുഖാദിനെ കൊടുക്കണോ? കൃഷ്ണൻ. ഡേറ്റ് ഓഫ് ബർത്ത് എത്ര എന്ന് പറഞ്ഞേ? 24/12. 24/12. 74. 78 അല്ലേ? 75 അല്ലേ? ഓ 74. 74. നീ എന്തോ ഫോണും കൊണ്ട് നടക്കുന്നത്? ഒരു ഐഫോണും മേടിച്ചു വന്ന് വലിയ ഗമയും കൊണ്ട് നടക്കുന്നു. 24 അല്ലേ? 24 ഡിസംബർ 97. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മയുടെ? 74. അമ്മയുടെ ഇത് പറഞ്ഞേ, ഇമെയിൽ ഐ ഡി പറഞ്ഞേ. ഐഡി ഒന്ന് പറഞ്ഞേ. ഓ ഇമെയിലും മെയിലും ഒന്നുമില്ല. റേഷൻ കാർഡിന്റെ നമ്പർ പറഞ്ഞു തരാം. ആധാർ കാർഡും മറ്റേ പാൻ കാർഡും കൂടെ അതെടുത്തോണ്ട് തരാം. ഓ ഇമെയിൽ എനിക്ക് എവിടുന്ന ഇമെയിലൊക്കെ? ഇമെയിൽ എന്താ? ഇമെയിൽ ഇല്ല. ഇല്ല. അമ്മ ഇനി കോണ്ടാക്ട് ഒന്നും എടുത്ത് വിളിക്കുമൊന്നും വേണ്ട ഐഫോണില. സിറി കോൾഡ് രാധ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞേ. അമ്മ നോക്കട്ടെ. ശ്രീ. എന്തിനാ എന്നെ കിടന്നെപ്പോഴും ശ്രീ ശ്രീ എന്ന് വിളിക്കുന്നത്? നിന്നെ ആര് വിളിച്ചു? നീ പോടെ ഓർക്ക. ഞാൻ രാധായാ വിളിച്ചത്. സിറിയാ വിളിച്ചതാ? സിറിയാ വിളിച്ചേ. ശ്രീ കാൾ രാധ. സിറി അല്ല, സിറി. സിറി. സിറി എന്തുവാടാ നീ പോടാ. ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫോൺ എടുക്കണൊക്കെ. മറ്റേ കയ്യിൽ കുറെ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഐഫോൺ എന്നിട്ട് മറ്റേ റിംഗ് ഇട്ട് കൊടുക്കണം. ഏതാ? എല്ലാരും ഹലോ. എന്റെ പെണ്ണ് കാണാനൊക്കെ പോകുമ്പോ ഇങ്ങനെ തിരിച്ചു പിടിക്കും ക്യാമറ. അയ്യോ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു കവർ ഇട്ട് കൊടുക്കണം. ഇതുള്ള മറ്റേ വണ്ടിയുടെ ഹോൾഡർ വേണോ ഐഫോൺ വെക്കാൻ? ഇങ്ങനെ നടക്കുന്നത്. പെട്ടിയായിട്ട് പോകില്ല. സ്റ്റാറ്റസ് ഇട്ടപ്പോ കവർ ഇട്ടേക്കണേ. എന്നെപ്പോൾ ആള് കവർ ഇട്ടേണ്ട അറിയത്തില്ലെന്ന്. ഉണ്ണിമോന്റെ ഗിഫ്റ്റ് ഞാൻ എടുത്തോളാം. ഞാൻ എടുക്കുക.
എന്റെ മക്കളാണ് എന്റെ പറഞ്ഞും പോയി ഇവന്റെ ഞാനിക്കില്ലടാ അങ്ങനെയുള്ള ആക്രാന്തം തോന്നി അമ്മയായി പോയില്ല, ഇനി തിരിച്ചെങ്ങനെ മേടിക്കും? അപ്പൊ ഇത് കൊടുക്കുമ്പോ ശ്രീചേട്ടൻ ഫോൺ കിട്ടില്ല. എനിക്കത് വേണ്ട. ശ്രീകൂടെ സെറ്റ് ആക്കില്ല. നാളെ പോലെ മന്ദിരത്തിലൊക്കെ പോകും. നാളെ പോലും മന്ദിരത്തിൽ പോകും. ഒരു ഗണപതി ഹോമം ഗൂഗിൾ പേ ഉള്ളു. ഇത് ഈ QR ഇതാവുന്നില്ലല്ലോ, ഐഫോൺ ആയതുകൊണ്ട്. അതെ മന്ദിരത്തിലുള്ള അമ്മച്ചിക്ക് ഐഫോൺ ഏതാ ഓറഞ്ച് ഏതാന്ന് അറിയുന്ന ഐഫോണിൽ ഗൂഗിൾ പേ പറ്റുന്നില്ലല്ലേ? നാളെ പോലെ നമുക്കൊരു മന്ദിരത്തിൽ ഗൂഗിൾ പേ വർക്ക് ആവുന്നില്ല. ഒരു കലക്ക് കലക്കണം. ഞാൻ ഫോണിന്റെ എന്റെ പേരൊക്കെ അമ്മയുടെ പേരൊക്കെ മാറ്റിയാണ് വിളിക്കുന്നത്. ഇപ്പൊ ഐഫോൺ ഐഫോൺ ശൈല, ഐഫോൺ അമ്മ ഐഫോൺ കോളിംഗ് ശൈല, ആപ്പിൾ ശൈല. ഇത് പൊളിയായിരിക്കും കേട്ടോ മന്ദിരത്തിൽ പോയിട്ട്. ഐഫോൺ ഗൂഗിൾ പേ ഉള്ള കേട്ടോ. മന്ദിരത്തിലേക്ക് ചെന്നിട്ട് അമ്മച്ചി നിന്നെ ബിബിളിട്ടൊരു ഇല്ലേ, ബിബിളിട്ടൊരു സെൽഫി എടുക്കട്ടെ. ബിബിളിട്ടൊരു സെൽഫി. ഗണപതി ഹോമത്തിന് എത്ര? 50. ഓ ഇത് 100 കൂടുതൽ പോകത്തില്ല ഐഫോൺ ആയതുകൊണ്ട്. എന്റെ പഴയ ഫോൺ അയ്യോ അതാണ് ഞാൻ ഒരാൾക്ക് കൊടുക്കുകയും ചെയ്തത്. ചേട്ടൻ നടന്നു വന്നേ. അപ്പൊ അമ്മ എങ്ങനെ ഐഫോൺ കൊണ്ട് പെരുമാറുന്നത് കാണിച്ചത്. ഞാൻ അറിയാത്തവൻ ഞാൻ, നീ അമ്മ. മോന്റെ മോന്റെ ഏതാ ഫോണില്? മോന്റെ 16 ഇത് 15. പക്ഷെ 15 നല്ല 16 പൈസ ചിലപ്പോ ദേഷ്യം മേടിച്ച അപ്പം ഐഫോൺ ശൈലിയുടെ പുതിയ കഥകളിലായി ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ബൈ. ഐഫോൺ പാർട്ട് 1 ഉണ്ട്. ഐഫോൺ പാർട്ട് 1.